ഇരിങ്ങാലക്കുട ITU ബാങ്കിൽ കോൺഗ്രസ് ഭരണസമിതി നടത്തിയത് വൻ സാമ്പത്തിക തട്ടിപ്പ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 49 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നു. ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തി ബാങ്കിൽ നിന്നും വഴിവിട്ട് വായ്പകൾ നൽകിയതാണ് ബാങ്കിനെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. ചട്ടവിരുദ്ധമായി ബാങ്കിൽ നിന്ന് കോൺഗ്രസ് അനുയായികൾക്കും പ്രവർത്തകർക്കും വായ്പകൾ നൽകിയതാണ് ബാങ്കിനെ വൻ നഷ്ടത്തിലേക്ക് നയിച്ചത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ബാങ്കിൽ നടന്നത് കോടികളുടെ ക്രമക്കേടാണ്. ചില വായ്പകളുടെ ഈടായി യഥാർത്ഥ പ്രമാണം പോലും ബാങ്കിലില്ല. പകരം വായ്പക്കാരന്റെ പക്കലാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തി. ഇതുമൂലം ബാങ്കിന് നിയമപരമായി ആ സ്വത്തിൽ അവകാശം സ്ഥാപിക്കാൻ കഴിയില്ല. KPCC സെക്രട്ടറിയും നിലവിലെ ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സണുമായ MB ജാക്സൺ ആയിരുന്നു കഴിഞ്ഞ 36 വർഷമായി ബാങ്കിന്റെ ചെയർമാൻ. ഈ കാലയളവിലാണ് ബാങ്കിൽ ക്രമക്കേടുകൾ നടന്നത്. തുടർന്ന് കഴിഞ്ഞ കുറെ മാസങ്ങളായി RBI ആണ് ബാങ്ക് നിയന്ത്രിച്ചിരുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും പിൻവലിക്കുന്നതിനും കർശന നിയന്ത്രണങ്ങളാണ് RBI ഏർപ്പെടുത്തിയത്. ഇതോടെ അത്യാവശ്യ ഘട്ടത്തിൽ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിലാണ് സാധാരണക്കാരായ നിക്ഷേപകർ. നിലവിൽ കോൺഗ്രസിന് ബാങ്കുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് നിക്ഷേപകരെ കൈയൊഴിയാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. ജനം, തൃശൂർ.